മഴ തോരും മുൻപുയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശരണ്യയുടെ അച്ഛനും അമ്മയും വളരെ വിഷമിച്ച് തന്നെയാണ് വൈജയുടെ ഓരോ വാക്കുകളും കേട്ടു നിന്നതും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവരവിടെ നിന്നും പോയതും. ബാലചന്ദ്രൻ സമാധാനിപ്പിച്ച് യാത്ര അയച്ചു എന്ന് വേണം പറയാൻ. ശരണ്യയെ രോഹിത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഇതൊന്നും കണ്ട് വിഷമിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഇവിടെ സാധാരണയാണ്. അങ്ങനെ ഒരാളുടെ വാക്കുകളൊന്നും ഇവിടെ ഇപ്പോൾ ആരും എടുക്കാറൊന്നുമില്ല. അതിനൊക്കെ ഒരു വലിയ കഥകൾ വേറെയാണ്. അതൊക്കെ നിന്നോട് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. അവളതെല്ലാം അറിഞ്ഞിരുന്നോട്ടെ അല്ലേ അച്ഛാ? രോഹിത്ത് ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ മറുപടിയായി പറയുന്നുണ്ട്, അതൊക്കെ അറിയാൻ സമയമാവുമ്പോൾ നമുക്ക് അവളോടും കൂടി പറഞ്ഞേക്കാം. അല്ലാതെ ഇപ്പോൾ ഇനി എല്ലാം കൂടി പറഞ്ഞ് അവളെയും ആകെ കൺഫ്യൂഷനാക്കണ്ട എന്ന് ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്. അലീന ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അതെ, മതി മതി, ഇനി കഥകളൊക്കെ പിന്നീടാവാം. ഇപ്പോൾ തൽക്കാലം മേഡം പോയി ഒന്ന് ഫ്രഷായി വൈകുന്നേരത്തേക്കുള്ള യാത്രയ്ക്കുള്ള ബാഗുകളൊക്കെ റെഡിയാക്കാൻ നോക്ക്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഒരു 4 മണിയാകുമ്പോഴേക്കും നമുക്കിവിടെ നിന്ന് ഇറങ്ങിയേക്കാം. എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് തന്നെ അടിച്ചേക്കാം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെ എത്തി ഒരു 6 മണിയാകുമ്പോഴേക്കും ട്രെയിൻ വരുമല്ലോ. ഇനി അഥവാ ഡിലേ ആയാലും എന്തായാലും നേരത്തെ എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് അവൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. രോഹിത്ത് പറഞ്ഞതെല്ലാം തന്നെ വൈജ മുറിയിലിരുന്ന് കേൾക്കുകയാണ്. ബബിത ശരണ്യയോടായി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും നീ വന്നപ്പോൾ എന്തോ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നീ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അതിനിപ്പോൾ എന്തിനാ വിഷമം? ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. എനിക്കിപ്പോൾ വരാനൊക്കെ വളരെ ഇഷ്ടമാണ് ചേച്ചി ഇവിടേക്ക്. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഈ കുറുമ്പത്തി കൃഷ്ണമോളും. എനിക്ക് സഹോദരിമാരാരുമില്ല. എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമാണുള്ളത്. ബാക്കി എല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഞാനായിട്ട് തന്നെയാണ് ഇല്ലാതാക്കിയത്. അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലീസ് ആരും ഇപ്പോൾ വീട്ടിലേക്കൊന്നും വരാറൊന്നുമില്ല. അന്ന് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവരാരും വന്നില്ല. ഇന്നലെ ഹരിയുടെ അമ്മ പറഞ്ഞതുപോലെയും ഇന്ന് ഇവിടെ ഈ ആൻറ്റി പറഞ്ഞതുപോലെയും അവരും പറഞ്ഞു അന്ന് ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. അവർക്കൊക്കെ കൂടി നാണക്കേട് ഞാൻ ഉണ്ടാക്കി വെച്ചു എന്ന്. എനിക്ക് അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ അലീന ചേച്ചി പറഞ്ഞതുപോലെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് കരുതി ജീവൻ കൊടുക്കാനൊന്നും എനിക്ക് വയ്യ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന അലീന അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നല്ല കുട്ടിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. അവരെല്ലാവരും കൂടിയും ഉടനെ തന്നെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ വൈജ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ നടന്ന സംഭാഷണങ്ങൾക്കിടയിലും അവർ പോകുന്ന സമയമാണ് മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്നത്. വൈജ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ഇത്ര പെട്ടെന്ന് പോകുമെന്ന്. വൈജയ്ക്ക് ആകെ വെപ്രാളമായി. വൈജ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് വൈജ കണക്കൂട്ടാണ്. വൈജയുടെ പ്ലാനുകളൊന്നും ഇനി ഈ സമയം കൊണ്ട് നടക്കുമോ എന്ന് പോലും വൈജയ്ക്ക് സംശയമായിരുന്നു. എന്നാലും വൈജ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ തൻ്റെ കയ്യിലുള്ള ബാഗുമായിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആ ബാഗ് തിരിച്ചു കൊണ്ടുപോയി തൻ്റെ കട്ടിലിൽ തന്നെ വെച്ചിട്ട് വീണ്ടും വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരെല്ലാവരും എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പതിയെ നോക്കുന്നുണ്ട്. അവരെല്ലാവരും മുകളിലെ റൂമിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈജയന്തി വീണ്ടും തൻ്റെ മുറിയിലേക്ക് കടന്ന് തൻ്റെ ബാഗുമായിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി പതിയെ ശരണ്യ കിടന്നിരുന്ന ആ റൂമിലേക്ക് പെട്ടെന്ന് കയറി വാതിലടയ്ക്കുന്നുണ്ട്. റൂം ആകെ പരിശോധിച്ചതിന് ശേഷം ശരണ്യ കൊണ്ടുവന്ന ബാഗ് വൈജയന്തി കണ്ടെത്തുന്നുണ്ട്. ബാഗിലേക്ക് വൈജയന്തിയുടെ ബാഗ് തുറന്ന് ആ പൊതിയൊക്കെ എടുത്ത് ശരണ്യയുടെ ബാഗിലേക്ക് തിരികെ വയ്ക്കുകയാണ്. വൈജയന്തിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് വൈജയന്തി ആ മുറിയിലെ തന്നെ മറ്റൊരു സെൽഫിലേക്ക് ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ആ ഡോറ് തുറന്ന് തൻ്റെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. തൻ്റെ മുറിയിൽ കയറിയതിന് ശേഷം വൈജയന്തി ഫോൺ എടുത്ത്
പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് SIയോടായി വൈജയന്തി പറയുന്നുണ്ട്. ഹലോ സർ, ഞാൻ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ ഭാര്യയാണ്. എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഇവിടെ എൻ്റെ വീട്ടിലെ മുൻപ് ഒരു പീഡന കേസിൽ ഇരയായൊരു പെൺകുട്ടിയില്ലേ, ശരണ്യ? ഓ അറിയാം, അത് ആ കേസിൽ നിങ്ങളുടെ മകനും ഉണ്ടായതല്ലേ? അതെ സർ, എൻ്റെ മകനെ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ മൊഴി കൊടുത്തപ്പോൾ കോടതി വെറുതെ വിട്ടായിരുന്നല്ലോ. സാർ അത് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. അതൊക്കെ മൊഴി കൊടുത്തതെങ്ങനെയാണെന്നും മൊഴി മാറ്റി പറയിപ്പിച്ചതെങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളെന്തായാലും അതൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ വിളിച്ച കാര്യം പറഞ്ഞാൽ മതി. അതെങ്ങനെയാ സാർ? സാറായിട്ട് പറഞ്ഞു വെച്ച കാര്യത്തിന് എനിക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാലോ. സാറ് എൻ്റെ മകനെ ആ കേസിൽ പെടുത്താൻ ഒരുപാട് പാടുപെട്ടതല്ലേ. അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് മാറ്റി വെച്ചിട്ട് സാറ് ഒരുപാട് കളിച്ചു നോക്കിയതല്ലേ. അതുകൂടാതെ അലീനയെയും കൊണ്ടുവന്ന് വല്ലാത്ത ചോദ്യം ചെയ്യലൊക്കെ നടത്തി എൻ്റെ മകനെതിരെ കേസ് കൊടുക്കാൻ സാറ് ഒരുപാട് പാടുപെട്ടല്ലോ. അലീനയെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും എന്തൊക്കെയായിരുന്നു സാറിൻ്റെ പ്രകടനം. ആ പ്രകടനങ്ങളൊക്കെ മറ്റുള്ള കേസിലും സാറ് കാണിക്കാറുണ്ടല്ലോ അല്ലേ? അതോ ശരണ്യയോട് മാത്രം തോന്നിയൊരു പ്രത്യേക അനുകമ്പ കൊണ്ട് നടത്തി കൂട്ടിയതായിരുന്നു? വൈജയന്തിയുടെ വാക്കുകളൊക്കെ അതിര് കടക്കുന്നതോടുകൂടി SIക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് മാത്രം പറഞ്ഞില്ല. ഓ, വിളിച്ച കാര്യം അത് ഞാനിപ്പോൾ വിശദമായിട്ട് തന്നെ സാറിന് പറഞ്ഞു തരാം. ഒന്ന് നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കൂടെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. എൻ്റെ മകൻ്റെ കൂടെ മിനിയാന്ന് ബാംഗ്ലൂരിൽ നിന്നും വന്നതാണ് ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി. എൻ്റെ മകൻ എൻ്റെ ഭർത്താവൊക്കെ കൂടിയാണല്ലോ ഇപ്പോൾ അവളെ അവിടെ പഠിപ്പിക്കാനൊക്കെ സഹായിക്കുന്നത്. എൻ്റെ മകൻ സഹോദരിയായിട്ട് ദത്തെടുത്തിരിക്കുകയുമാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ജീവിത രീതി ഉള്ളത് ബാംഗ്ലൂരാണല്ലോ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരണമെന്ന് ഇല്ലല്ലോ സാറേ. ഇപ്പോൾ അവൾ വല്ലാത്ത വഴിവിട്ട ജീവിതവുമാണ്. അപ്പോൾ എനിക്ക് അവളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു സംശയം തോന്നി. ഒരു വിദ്യാഭ്യാസ സമ്പന്നയായ എനിക്ക് അവളുടെ പെരുമാറ്റം കാണുമ്പോൾ സംശയം തോന്നാമല്ലോ. ഞാനേ മുമ്പ് ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ഈ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു മാറ്റം തോന്നിയപ്പോൾ ഞാനൊന്ന് ബാഗ് പരിശോധിച്ചിരുന്നു അവളുടെ. ആ ബാഗിൽ നിന്നും കുറച്ച് പറ്റാത്തതായിട്ടുള്ള മെഡിസിൻസ് ഞാൻ കണ്ടെത്തുകയുണ്ടായി. SI ഒന്നും മനസ്സിലാവാത്ത പോലെ തിരിച്ച് വൈജയോടായി ചോദിക്കുന്നുണ്ട്. മെഡിസിൻസോ? നിങ്ങൾ പറഞ്ഞതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ സാറേ, അത് തന്നെ. മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെ പോലുള്ള കുറച്ച് സാധനങ്ങൾ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ സാറേ, അങ്ങനെ എനിക്ക് പോലും അറിയാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാനിപ്പോൾ ആ കുട്ടിയുടെ ബാഗിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സാറ് വന്ന് അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കയ്യോടുകൂടി കാണിച്ചില്ലെങ്കിലേ അതാകെ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവളോട് പോലും ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാതെ സാറിനെ തന്നെ നേരിട്ട് വിളിക്കാനുണ്ടായത്. അല്ല, നിങ്ങളീ പറയുന്നത് സത്യം തന്നെയാണല്ലോ. ഞാനിനി അവിടെ വന്ന് റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റൊരു കേസ് കൊടുക്കുമോ? നിങ്ങളുടെ വീട്ടിലെ അലീന എന്ന് പറയുന്നവൾ എനിക്ക് തന്ന പണി അങ്ങനെയായിരുന്നു. അവളുടെ കയ്യിൽ DGP ഒക്കെ ഉള്ളതാണല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും ട്രാപ്പാണോ മാഡം? അല്ല സാർ, എനിക്ക് ട്രാപ്പിലാക്കാനായിരുന്നുവെങ്കിൽ ഇതിന് മുന്നേ കഴിയുമായിരുന്നു. ഇത്രയ്ക്കൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ വന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. പിന്നെ സാറിനോടായോണ്ട് തുറന്നു പറയാമല്ലോ. ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ വീട്ടിൽ വരുന്നതോ നിൽക്കുന്നതോ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പോലീസിൽ അറിയിക്കുന്നത്.
കാരണം ഇവളുടെയൊക്കെ ഈ വഴിവിട്ട ബന്ധങ്ങൾ എൻ്റെ മക്കളും പഠിച്ചാലോ എന്നെനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ SI തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മകൻ്റെ ഒപ്പമാണ് ആ പെൺകുട്ടി ഇവിടേക്ക് വന്നതെന്ന്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മകനും ഇതിലൊക്കെ ബന്ധമില്ലെന്ന് ഞാനെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? വരുന്ന വഴിയിൽ എനിക്ക് അവൻ്റെ ബാഗും കൂടി ഒന്ന് പരിശോധിക്കാമല്ലോ അല്ലേ? അവൻ്റെ ബാഗ് മാത്രമാക്കണ്ട സാർ, ഈ വീട് മൊത്തം സാറിന് സെർച്ച് ചെയ്യാം, ഓരോ മുക്കും മൂലയും സെർച്ച് ചെയ്യാം. പക്ഷേ സാറിനോട് എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. സാറിന് ഈ വിവരം തന്നത് ഞാനാണെന്ന് ഇവിടെ അറിയാനും പാടില്ല. ഇങ്ങനെ ഒരു കേസ് സാർ ഇവിടെ വന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൊണ്ടി മുതൽ അവളിൽ നിന്നും സാർ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവളെയുമായിട്ട് ഇവിടെ നിന്നും പോകണം, അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ബാലചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും അതിനെ സാർ പൂർണ്ണമായിട്ടും എതിർക്കുക തന്നെ ചെയ്യണം. ഇത് കേൾക്കുന്ന SIക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ SI പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാം. ഒന്ന്, നിങ്ങളാണ് ഇതെന്നെ വിളിച്ച് പറഞ്ഞതെന്ന് ഞാൻ അറിയിക്കാതിരിക്കാം. മറ്റാരെങ്കിലും വഴി ഞാൻ അറിഞ്ഞതാണെന്നും അവരെ ധരിപ്പിച്ചുകൊള്ളാം. പിന്നെ നിങ്ങൾ പറഞ്ഞ 2 വ്യവസ്ഥകൾ, അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. അവിടെ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്തിയാൽ അവളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിയമമാണ്. പിന്നെ അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് SI ഫോൺ കട്ട് ചെയ്യുകയാണ്. വൈജയുടെ പ്ലാനുകളെല്ലാം വിജയിച്ചു എന്ന മനസമാധാനത്തോടു കൂടി വൈജ അടുത്ത അവരുടെ വരവിനായി കാത്തിരിക്കുകയാണ്. വീട്ടിൽ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. വൈജയ്ക്ക് അവരുടെ സന്തോഷം നശിപ്പിക്കണമെന്ന് ചിന്തയൊന്നുമില്ല. കാരണം അവിടെയുള്ളത് 4 അവരുടെ മക്കളാണ്. പക്ഷേ 5ാമതായി വന്നവൾ, അവൾ തനിക്ക് ശത്രുവാണ്, തൻ്റെ കുടുംബത്തെ കരിവാരി തേച്ചവൾ. അത് മാത്രമായിരുന്നു വൈജയുടെ ഒരൊറ്റ ചിന്ത. സമയം കുറച്ചങ്ങ് കടന്നുപോകെ വീട്ടിൽ ശരണ്യയെയും രോഹിത്തിനെയും യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്നാണ് വീടിന് മുൻപിലായിട്ട് ഒരു വണ്ടിയുടെ ഹോണടി കേട്ടത്. രോഹിത്താണ് വീടിന് മുറ്റത്തേക്ക് ഇറങ്ങി അതാരാണെന്ന് നോക്കിയത്. പോലീസ് ജീപ്പ് കണ്ടതും രോഹിത്തിന് ഉള്ളിൽ നിന്നൊരു ഭയം വന്നു. അത് അന്ന് മുതലേ രോഹിത്തിനുള്ളതാണ്. പെട്ടെന്ന് തന്നെ രോഹിത്ത് അകത്തേക്ക് വന്നു. അച്ഛനോടും അലീനയോടുമായി വിവരം പറഞ്ഞു. അച്ഛനും അലീനയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന് പോലീസുകാരോടായി അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. വരൂ സർ, ഇരിക്കണം. എന്താ ഇവിടേക്ക്? ബാലചന്ദ്രൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടെ നിന്നും ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നുമല്ല എന്ന് വെച്ചാൽ ഇവിടെ ഡ്രഗ്സും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നും ഇവിടെ അതുമായിട്ട് ആരൊക്കെയോ താമസിക്കുന്നുണ്ടെന്നുമായിരുന്നു ഇൻഫർമേഷൻ. അപ്പോൾ ഞങ്ങൾക്കത് പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. അതിനു വേണ്ടി വന്നതാണ് ഞങ്ങൾ. ബാലചന്ദ്രന് ഞങ്ങളോടൊന്നും തോന്നരുത്. ഈ വീട് റെയ്ഡ് ചെയ്യാനുള്ള ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാലചന്ദ്രൻ അതിശയത്തോടു കൂടി അദ്ദേഹത്തോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ സാർ ഈ പറയുന്നത്? അപ്പോളായിരുന്നു വന്ന SIയുടെ കണ്ണിലേക്ക് ശരണ്യയെ ഉടക്കിയത്. ശരണ്യയെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇവിടെ? ബാലചന്ദ്രൻ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അവളിവിടെ നിൽക്കുന്നതിൽ എന്താണ് കുഴപ്പം? അല്ല, നിങ്ങളുടെ മകനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ, കേസ് കൊടുത്ത അവൾ തന്നെ അത് കേസില്ലെന്നും എഴുതി കൊടുത്തായിരുന്നു, അതും സാർ അറിഞ്ഞില്ലേ? അതൊക്കെ അറിയാം മിസ്റ്റർ ബാലചന്ദ്രൻ. അതൊക്കെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളൊക്കെ ഒന്നായോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഓ, അതായിരുന്നോ സാറിൻ്റെ സംശയം? എന്നാൽ ഞാനൊരു തമാശ രൂപത്തിൽ തന്നെ പറഞ്ഞേക്കാം. ഈ നിൽക്കുന്ന 4 എണ്ണം എൻ്റെ മക്കളാണ്. അവർ 4 ആളും പോരെന്ന് തോന്നിയപ്പോൾ അവളെ കൂടി ഞാനിങ്ങ് ദത്തെടുത്തു. കൊള്ളാം ബാലചന്ദ്രൻ, വീട്ടിലെ വേലക്കാരിയായി നിന്നവളെ നിങ്ങൾ ദത്തെടുത്തുവെന്ന് മുൻപൊരിക്കൽ എന്നോട് പറഞ്ഞു. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഇത് തന്നെയാണോ പരിപാടി? കുറച്ച് പണമുള്ളത് കൊണ്ട് എന്തും ആവാമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ
പണം ഇപ്പോൾ വരവ് കുറഞ്ഞപ്പോൾ കുറച്ച് ഡ്രഗ്സിൻ്റെ ബിസിനസ്സും കൂടി അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചോ? ബാംഗ്ലൂരിൽ നിന്നും വരുത്തുകയും അവിടേക്ക് തിരിച്ചയക്കുകയൊക്കെയാണോ ഇപ്പം നിങ്ങളുടെ പ്രധാന പരിപാടി? ബാലചന്ദ്രൻ SIക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതിനൊക്കെ പിന്നീട് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ മിസ്റ്റർ, എന്തായാലും ഞങ്ങൾക്ക് ഈ റൂമും ഇവിടുത്തെ ഈ വീടുമൊക്കെ റെയ്ഡ് ചെയ്തേ പറ്റൂ. അദ്ദേഹം കൂടെ വന്ന പോലീസുകാർക്കായി നിർദ്ദേശം നൽകി. എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കാനും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ബാലചന്ദ്രനും മക്കളും അവിടെയുണ്ടായിരുന്ന സോഫയിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന ഭാവത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പോലീസ് അവിടെയും ഇവിടെയുമൊക്കെ ഓടി നടന്നുകൊണ്ട് പരിശോധിക്കുകയാണ്. മുത്തശ്ശിയുടെ മുറിയിൽ കയറാൻ നേരം ബാലചന്ദ്രൻ പറഞ്ഞു, അവിടെ പ്രായമായൊരു സ്ത്രീയാണ് കിടക്കുന്നത്. അവർ പെട്ടെന്ന് ഈ പോലീസുകാരെയൊക്കെ കണ്ട് എന്തെങ്കിലും ഷോക്കായാൽ അതിന് ഉത്തരവാദിത്തം താങ്കൾ പറയേണ്ടി വരുമെന്ന്. ഉടനെ തന്നെ SI ആ മുറിയിലേക്ക് കയറാൻ പോയ കോൺസ്റ്റബിളിനോട് അവിടേക്ക് പരിശോധിക്കേണ്ടെന്നും തിരിച്ചിങ്ങ് പോന്നേക്കാനും പറഞ്ഞു. ശരണ്യയുടെ മുറി പരിശോധിച്ചു കൊണ്ടിരുന്ന ഒരു കോൺസ്റ്റബിൾ ഒരു തുറന്ന ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ ബാഗ് ആ ടേബിളിൽ പതിയെ ഒന്ന് താഴത്തേക്കായി ഇട്ടുകൊണ്ട് SIയോടായി പറഞ്ഞു, സർ, ഇതിലുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ സാധനങ്ങളെല്ലാം. എല്ലാവരും ഇരുന്നിടത്ത് നിന്നും അതിശയത്തോടു കൂടി എഴുന്നേറ്റു. എന്തുണ്ടെന്നാണ് പറഞ്ഞത്? പതിയെ അലീന ചോദിച്ചു. ശരണ്യ ഉറക്കെ പറഞ്ഞു, അത് എൻ്റെ ബാഗാണ് അങ്കിൾ. ബാലചന്ദ്രൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് സമാധാനപ്പെട് എന്ന് പറഞ്ഞു. SI അവളെ നോക്കി. ഓ, ഇത് നിൻ്റെ ബാഗായിരുന്നോ? കൊള്ളാം. ഇതെന്താടി എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ നിന്നൊരു കവറെടുത്ത് അവൾക്ക് നേരെ കാണിച്ചു. ശരണ്യ ആദ്യമായി കാണുകയായിരുന്നു അങ്ങനെയൊരു സാധനം. ശരണ്യ പറഞ്ഞു, എനിക്കറിയില്ല സർ, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ബാഗിൽ ഇങ്ങനെയൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഓ, നീ കാണില്ല. ബാലചന്ദ്രൻ പതിയെ വൈജയുടെ മുറിയിലേക്കായി നോക്കി. ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും വൈജയുടെ മുറിയുടെ ഡോറ് ഒന്ന് തുറക്കുക പോലും ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും വൈജയന്തി ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ബാലചന്ദ്രൻ്റെ മനസ്സിൽ തോന്നിയ അതേ സംശയം ഇതിനോടകം തന്നെ അലീനയ്ക്കും തോന്നിയിരുന്നു. അലീന വളരെ ധൈര്യത്തോടു കൂടി തന്നെ ചോദിച്ചു, സർ, ഇത് എന്തിൻ്റെ പേരിലായിരുന്നു ഇവിടെ ഇങ്ങനൊരു റെയ്ഡ് നടത്താനുണ്ടായ കാരണം? അത് ഇപ്പോൾ അറിയാലോ, ഡ്രഗ്സിൻ്റെ വിതരണവും യൂസിങ്ങും ഒക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇത് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയൊക്കെ ഒരുപാട് പേര് മഫ്തിയിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങൾ അറിയാനായിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധനയിലും ഇൻഫർമേഷനിലൂടെയൊക്കെയാണ് ഇവിടെ ഇതുണ്ടെന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നത്. എന്തായാലും മിസ്റ്റർ ബാലചന്ദ്രന് ഞങ്ങളോടൊന്നും തോന്നരുത്. ഇതോടുകൂടി ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. ശരണ്യ പതിയെ രോഹിത്തിൻ്റെ കയ്യിലായി പിടിച്ചു. രോഹിത്ത് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവളുടെ ബാഗിൽ ആരെങ്കിലും വെച്ചതാണെങ്കിലോ? അതൊന്നും എനിക്കറിയില്ലല്ലോ. അത് അവളുടെ ബാഗാണെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ബാഗ് നിങ്ങളിൽ ആരുടെയെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പറഞ്ഞു അത് അവളുടെ ബാഗാണെന്ന്. അപ്പോൾ അവളെ കൊണ്ടുപോവാതിരിക്കാൻ കഴിയില്ല. പിന്നെ അവളുടെ ബാഗിൽ ആരെങ്കിലും വെച്ചതാണെന്ന് ഈ നിൽക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും സമ്മതിച്ചു തന്നാൽ അവരെ കൊണ്ടുപോയേക്കാം. സാറ് ആ പറഞ്ഞത് സത്യം തന്നെയാണോ? ബാലചന്ദ്രൻ SIയോടായി ചോദിച്ചു. എന്താണ്, മനസ്സിലായില്ല? അല്ല, സാറിപ്പോൾ പറഞ്ഞു ആ ബാഗിൽ വെച്ചതാരാണെന്ന് ഈ വീട്ടിലുള്ള ആരെങ്കിലും സമ്മതിച്ചു തന്നാൽ സാറ് അവരെ കൊണ്ടുപോയിക്കോളാമെന്ന്. അതെ, കാരണം ആ കുട്ടി തന്നെയാണ് അതിൽ വെച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. ഈ വീട്ടിലുള്ള ആരുമാവാം. പെട്ടെന്നുള്ള ഉപയോഗത്തിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ആ ബാഗിൽ വെച്ചതുമാവാമല്ലോ. എന്തായാലും ബാലചന്ദ്രൻ, ഇപ്പോഴത്തെ ഈ നിലപാടിൽ എനിക്ക് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ബാലചന്ദ്രൻ കുറച്ച് സമയം ആലോചിച്ചു. ബാലചന്ദ്രനോടായി അലീന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഈ നടക്കുന്നതൊക്കെ? ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാ? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്?
ബാലചന്ദ്രൻ അലീനയോടായി ചോദിച്ചു. നിനക്ക് എല്ലാം മനസ്സിലായി അല്ലേ മോളെ? അച്ഛാ, മനസ്സിലാവാതിരിക്കാൻ മാത്രം എന്താ ഇപ്പോൾ ഉള്ളത്? ഇവിടെ നിൽക്കുന്ന കൃഷ്ണമോളോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റും. കൃഷ്ണമോള് അപ്പോൾ തന്നെ പറഞ്ഞു. എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇതിന് പിന്നിൽ അമ്മയാണെന്ന്. എസ് ഐ ഒരു നിമിഷം കൃഷ്ണ പറഞ്ഞ ആ വാക്കിലേക്ക് ശ്രദ്ധ കൊടുത്തു. എസ് ഐക്കും അറിയാം ഇത് വൈജ കളിച്ച കളിയാണെന്ന്. കാരണം വൈജയുടെ മൊഴി അത്രയ്ക്ക് ദൃഢമായിരുന്നുവല്ലോ. എസ് ഐ അറിഞ്ഞുകൊണ്ട് തന്നെ കളിച്ചതായിരുന്നു ഈ കളിയും. സാധനം കയ്യിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എസ് ഐക്കെതിരെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. വീട് റെയ്ഡ് ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വകുപ്പിൽ സാധനം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ മാത്രമേ താൻ കുടുങ്ങത്തുള്ളായിരുന്നു. രോഹിത് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അച്ഛാ, ഒരു കാരണവശാലും ശരണ്യയെ ഈ കേസിൽ പെടുത്തരുത്. അതിന് പകരം ഞാൻ കേസിൽ പെട്ടോളാം. അത് ഞാൻ വെച്ചതാണെന്ന് പറഞ്ഞാൽ എന്നെയല്ലേ അവർ കൊണ്ടുപോവുള്ളൂ. അച്ഛൻ എനിക്കുള്ള ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് വെച്ചവർ തന്നെയായിരിക്കും ഇന്ന് ഈ പടി കടന്ന് ഇവരോടൊപ്പം പോവാൻ പോകുന്നത്. അതിനുള്ള വഴി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ബാലചന്ദ്രൻ്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ആ വാക്കുകൾ കേട്ട് ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അലീനയ്ക്കുമെല്ലാം കാര്യം മനസ്സിലാവുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.